my brothers and sisters. I love my country. And I am. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഇത്തരം ആഘോഷ പരിപാടികൾ ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്തു നിർത്തിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ ഏറെ ഫലം ചെയ്യുന്ന അതിന്റെ 75ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടി ഇന്ത്യ മഹാരാജ്യമെല്ലാം വളരെ സന്തോഷപൂർവ്വം आज इंसानों की जानो माल का क्या हाल है, देश की बर्बादियों की दास्ताने पे രാജ്യത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി തന്നെ നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കിയത് നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികളായ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിന ആഘോഷവേളയിലാണ്. ഈ അവസരത്തില് നമ്മൾ ഓരോരുത്തരും ഇന്ന് പല അവസരങ്ങളിലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. Today, we all are gathered here to celebrate the auspicious occasion of Republic Day. This year, India is celebrating its 75th Republic Day. Every year on January 26, India celebrates its Republic Day. Dr. B.R. Ambedkar drafted the Indian Constitution, which was adopted on November 26, 1949. On January 26, 1950, the Constitution, following India's independence, made a vow to keep India clean. I encourage everyone against corruption. Once again, I wish you all a very happy Republic Day. Today is 26th January. Very first, I wish you all a very happy Republic Day. Republic Day is the national festival of our country. The institution of India came into 26th January was on 1950. Republic Day teaches us to live in unity. ഈ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനും ഏത് മേഖലയിലും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം, പരമാധികാരം നമുക്ക് നേടിത്തന്ന മഹത്തുക്കളെ നമുക്ക് ഈ നിമിഷത്തിൽ ആദരവോടെ ഓർക്കാം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. इतनी मुश्किल से हुए हासिल ये आजादी यहाँ, कितनी आसानी से भूले वो जवाबर्दी यहाँ. गाँव शहरों साथ निकले गांधी जी की बात सुनकर, नेहरू जी आजाद जवाहर हसरतों देश हमारा चमके जैसे जगमग तारा. देश हमारा सत्य अहिंसा റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ തലവൻ
ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ രാജ്യം റിപ്പബ്ലിക്കാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെ പരമോന്നത റിപ്പബ്ലിക് ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 20. വന്ദേ മാതരം സുജലാ. അതിന് ഒരു പാട്ട് പാടിയാലോ? ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിന്ന് ദിനമാണല്ലോ. ആരാ ഉത്തരവ് കാണിക്കും? ആദ്യം പറയാനുള്ള ഉത്തരവ് ആരാണ് പറഞ്ഞത്?